സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നുള്ള PF-ന്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കുക? സർക്കാർ ശമ്പളം ഈ ജീവനക്കാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ധാരാളം പദ്ധതികൾ സർക്കാർ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന PF. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാസാവസാനം അതിൻ്റെ സാലറി ബില്ല് ഒപ്പിടണം. അപ്പോൾ ആ ബില്ല് ഒപ്പിട്ട തുകയിൽ നിന്ന് ഒരു നിശ്ചിത തുക സർക്കാർ പിടിച്ചു വെക്കുകയും അതോടൊപ്പം സർക്കാരിൻ്റെ ഒരു വിഹിതവും കൂടി ചേർത്ത് ഇവൻ്റെ PF ഫണ്ടിലേക്ക് കൊടുക്കും. ഈ PF ഫണ്ട് ഇവൻ ജോലിയിൽ നിന്ന് പിരിയുന്ന സമയത്ത് വലിയൊരു എമൗണ്ടായി അവന് കിട്ടാനുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോട് ഈ PF-ന്റെ സക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാലറി ബില്ല് ഒപ്പിട്ടെങ്കിലും അവൻ്റെ കയ്യിൽ കിട്ടുന്നതേ അവൻ്റെ ശമ്പളമായി പരിഗണിക്കാവൂ, ബാക്കി ഞങ്ങളോട് പിടിച്ചു വച്ചിട്ട് നിനക്ക് തരും എന്നതൊരു ഓഫറാണ്. ഓഫറാകുമ്പോൾ അത് അവൻ്റെ സ്വന്തമാണെന്ന് പറയാനില്ല എന്നൊരു വീക്ഷണം പഴയ കാലത്ത് പ്രകടിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സാഖത്തുൽ മുസ്ലിയാരുടെയൊക്കെ ആദ്യകാല ചില ഫത്വയിലൊക്കെ അങ്ങനെ കാണാനുണ്ട്. പക്ഷെ ഇപ്പോൾ കാലം മാറുകയും ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവുകയും അപ്പോൾ സാലറി ബില്ലിൽ ഞാൻ ഒപ്പിട്ടിട്ട് പിന്നെ അതിൽ നിന്ന് PF കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ കൊടുത്ത മാതിരിയാണ്, അത് ഉറപ്പായിട്ടും എനിക്ക് തന്നെ കിട്ടും, അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് PF-ന് സക്കാത്ത് ഉണ്ട് എന്നതാണ് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് സർക്കാർ തരുന്ന PF-ന്റെ ആ രജിസ്ട്രി അനുസരിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ 200 ദിർഹം വെള്ളിയുടെ വില ഒരു 40-45 രൂപൻ്റെ മുകളിലേക്ക് ഇത് എപ്പോഴാണോ എത്തുന്നത് അവിടുന്ന് മുതൽ പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ സക്കാത്ത് വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കൂടിക്കൊണ്ടിരിക്കുന്നത് കഴിയുമെങ്കിൽ അവന് വേറെ വേറെ സക്കാത്തിൻ്റെ കണക്കുള്ളത് പ്രത്യേകം കൊല്ലത്തിൻ്റെ കണക്ക് വെച്ച് കൊടുക്കാം. താരതമ്യേന പ്രായോഗികമായിട്ട് എളുപ്പം സക്കാത്ത് നിർബന്ധമായ അന്ന് മുതൽ കൊല്ലം തികയുന്ന സമയത്ത് എത്രയാണോ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉള്ളത് അതിന് ഫുള്ള് സക്കാത്ത് കൊടുക്കുക. പിന്നെ അടുത്ത വർഷം വരുമ്പോൾ അതിന് ഫുള്ള് സക്കാത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ സക്കാത്ത് കൊടുക്കാത്ത ഒന്നും ഇതിലുണ്ടാവില്ല. പക്ഷേ ചില മാസങ്ങളിൽ 12 മാസം മുമ്പ് കൊടുത്തതിന് സക്കാത്തിന് സമയമായിട്ടുണ്ട്, പക്ഷേ 4 മാസം മുമ്പ് അതിൽ ചേർത്തതിന് സക്കാത്തിന് സമയമായിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇവൻ ഫുള്ള് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും കൊടുക്കുമ്പോൾ അത് അങ്ങനെ കവർ ചെയ്ത് പോകും. അപ്പോൾ സക്കാത്ത് കൊടുക്കാത്തതായി ഒന്നും ഉണ്ടാവില്ല എന്ന പ്രായോഗിക പരിഹാര രൂപം പലരും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ 2-3 മാസത്തത് പ്രത്യേകം ഒരു പാക്കേജാക്കി എടുത്ത് അതിൻ്റെ എപ്പോഴാണ് അത് കിട്ടിയത് അതിൻ്റെ കൊല്ലം തികഞ്ഞെന്ന് അത് ഓർമ്മിച്ച് അതാത് സമയത്ത് സക്കാത്ത് കൊടുക്കുന്ന രീതിയും പ്രയോഗിക്കാവുന്നതാണ്.